സർഗാത്മക മൗലികത കൊണ്ടും രാഷ്ട്രീയ ദൈക്ഷണികത കൊണ്ടും മലയാളിയെ വിസ്മയിപ്പിച്ച ഒ.വി. വിജയൻ അദ്ദേഹം ആരായിരുന്നു എന്ന് വ്യക്തിപരമായി ഞാൻ ഇടയ്ക്കൊക്കെ തിരിഞ്ഞു നോക്കാറുണ്ട്. ഒരുപക്ഷെ കേരളീയ പൗരസമൂഹത്തിന് രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകിയ എഴുത്തുകാരൻ എന്ന് ഒ.വി. വിജയനെ കാലം അടയാളപ്പെടുത്തുമെന്നാണ് ഞാൻ കരുതുന്നത്. ആധുനിക കേരളത്തിലെ ബൗദ്ധിക മണ്ഡലത്തെ തൻ്റെ ജീവിതകാലം മുഴുവൻ നിരന്തരം നവീകരിക്കുകയും ഊർജ്ജസ്വലമാക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു രാഷ്ട്രീയ ധിഷണയുടെ പേരുകൂടിയാണ് ഒ.വി. വിജയൻ്റേത്. അദ്ദേഹത്തെ ഖസാക്കിലേക്കും രവിയിലേക്കും ഇനിയെങ്കിലും ചുരുക്കി നിർത്തരുത് എന്നൊരപേക്ഷയോടെയാണ് ഞാനിത് പറയുന്നത്. ഖസാക്കിനെ ഒരു തരത്തിലും കുറച്ചു കാണുകയല്ല, പക്ഷേ വിജയൻ്റെ മൗലികത, വിജയൻ എന്ന ധിഷണയുടെ ഔന്നത്യത്തെ ഖസാക്കിലേക്ക് ചുരുക്കി കിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയോടുള്ള ഒരു തെറ്റായ വിശകലന രീതിയായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. 1975 തൊട്ട് 2005 വരെ ഇന്ദ്രപ്രസ്ഥം എന്ന ഒരു രാഷ്ട്രീയ പംക്തി അദ്ദേഹം എഴുതുകയുണ്ടായി. ആ കാലഘട്ടം എന്തായിരുന്നു ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രീയ സമൂഹത്തിൻ്റേത്, ഏതു തരത്തിലായിരുന്നു എന്ന് തിരിഞ്ഞു നോക്കി മനസ്സിലാക്കാൻ ഒരുപക്ഷെ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പുസ്തകത്തെക്കാളും അല്ലെങ്കിൽ അക്കാഡമിക പാഠപുസ്തകത്തെക്കാളും ഒരു സാധാരണ പൗരന് വിജയൻ്റെ പംക്തിയിലേക്ക് തിരിഞ്ഞു നോക്കുന്നതായിരിക്കും നല്ലത്. അത്രമാത്രം വിശകലന വിശാലത കൊണ്ട് വിജയൻ തൻ്റെ കൊച്ചു കുറിപ്പുകളെ അടിവരയിട്ടിരുന്നു. ആ കാലഘട്ടത്തിൽ ഇന്ന് അസ്പൃശ്യരായിരിക്കുന്ന മനുഷ്യരെ മുഴുവൻ അവരായിരുന്നു ആ കാലഘട്ടത്തിൻ്റെ ശബ്ദം കേൾപ്പിച്ചത് എന്ന് വിജയൻ ആ കുറിപ്പുകളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോഴും തിരിഞ്ഞു വായിച്ചു നോക്കുമ്പോൾ 75 ഇന്ദിരാഗാന്ധിയുടെ കാലം തൊട്ട് ഇങ്ങോട്ട് വിജയൻ മരിക്കുന്നത് വരെയുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം ഒരു പൗരന് മനസ്സിലാക്കത്തക്ക രീതിയിൽ അതിൻ്റെ സൂക്ഷ്മതകളെ, അതിൻ്റെ അന്തർധാരകളെ, രാഷ്ട്രീയത്തിലെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മുടെ പത്രങ്ങൾ പറയുന്നതല്ല, നമ്മൾ കാണുന്നതല്ല. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കാഴ്ചക്കപ്പുറമുള്ള എന്തോ ആണ് എന്ന് സാഹിത്യത്തിലൂടെ പറയുന്ന വിജയൻ രാഷ്ട്രീയത്തിലെ യാഥാർത്ഥ്യത്തെയും അദ്ദേഹത്തിൻ്റെ ചെറിയ കുറിപ്പുകളിലൂടെ അടയാളപ്പെടുത്തിയിരുന്നു. അത് കാണാതെ പോകുന്നത് വലിയൊരു അപരാധമാണ് എന്ന് ഞാൻ കരുതുന്നു. ഇന്ത്യയിലെ തന്നെ എന്ന് പറയാം, ഒരുപക്ഷെ കേരളത്തിൻ്റെ പ്രത്യേകിച്ചും സമൂഹത്തിലൊരു നൈതിക ബോധം, വിജയൻ ഏറ്റവും അർത്ഥവത്തായി ഉപയോഗിച്ച വാക്കുകളിലൊന്ന് നൈതികത എന്നായിരുന്നു. ആ നൈതിക ബോധം പൗരസമൂഹത്തിന് തൻ്റെ വായനക്കാർക്കുണ്ടാവണമെന്ന ശാഠ്യത്തോടെയാണ് വിജയൻ ആ പ്രയോഗം എല്ലാ ലേഖനങ്ങളിലും ഒരുപക്ഷെ ഉപയോഗിച്ചിരുന്നത്. അതെന്തിനു വേണ്ടിയാണ് എന്നുള്ളത്, അത് ജനാധിപത്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്, മനുഷ്യ സമൂഹത്തിൻ്റെ ഒരു മോചനത്തിനു വേണ്ടിയാണ് രാഷ്ട്രീയത്തെ ഉപയോഗിക്കേണ്ടത് എന്ന വിജയൻ്റെ തിരിച്ചറിവിൽ നിന്നായിരുന്നു. അങ്ങനെ ഒക്കെ ജീവിച്ച വിജയൻ്റെ ആ രാഷ്ട്രീയ ദൈക്ഷണികയോട് ആദരമർപ്പിച്ചുകൊണ്ട് ഞാനിന്ന് ജനാധിപത്യത്തിൽ എഴുത്തുകാരൻ്റെ ഇടം എന്ന വിഷയത്തിലേക്ക് കുറച്ച് എൻ്റെ ചിന്തകൾ പങ്കുവയ്ക്കുകയാണ്. എന്തുകൊണ്ട് ജനാധിപത്യം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അത് അടിസ്ഥാനപരമായി പരിണാമ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു ജീവിവർഗം എന്ന രീതിയിൽ മനുഷ്യൻ മറ്റേത് ജീവിയേക്കാളും മോശപ്പെട്ട അവസ്ഥയിലുള്ള ഒന്നാണ്. ശാസ്ത്രം പറയുന്നതാണ്. അതിജീവനത്തിനുള്ള അവൻ്റെ മാർഗങ്ങൾ, ജൈവ മാർഗങ്ങൾ വളരെ പരിമിതമാണെന്ന് ശാസ്ത്രം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവൻ്റേതായ രീതിയിൽ, ഏതെങ്കിലും രീതിയിൽ തൻ്റെ സമൂഹത്തെ, തൻ്റെ ചുറ്റുമുള്ള പരിസരത്തെ, തൻ്റെ മറ്റു സഹജീവികളെ നിയന്ത്രിക്കാനോ നേരിടാനോ ഉള്ള കഴിവില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ജീവി വർഗം എന്ന രീതിയിൽ അതിജീവിക്കുക എന്ന ചിന്തയിൽ നിന്ന് അത് കൂട്ടായ്മയിലൂടെ മാത്രമേ സാധിക്കൂ എന്ന തിരിച്ചറിവിലൂടെ ആ കൂട്ടായ്മയുടെ രാഷ്ട്രീയത്തിൻ്റെ പേരാണ്
ജനാധിപത്യം എന്ന് പറയുന്നത്. ആ ജനാധിപത്യത്തിലൂടെ മാത്രമേ മനുഷ്യവംശത്തിന് മുന്നേറാനാവൂ എന്നും ഒരുപക്ഷെ ആ മനുഷ്യവംശം ആ ജനാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ കൂട്ടായ്മയിലൂടെ പ്രകൃതിയെയും പ്രപഞ്ചത്തെയും മറ്റ് ജീവജാലങ്ങളെയും അടക്കി ഭരിക്കുന്ന ഒരു അസ്വസ്ഥമായ അന്തരീക്ഷം കൂടി ഉണ്ടായി എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ അടിസ്ഥാനപരമായി മനുഷ്യന് കൂട്ടായ്മയിലൂടെ മാത്രമേ മുന്നേറാൻ പറ്റൂ എന്നുള്ളതാണ്. ഈ കൂട്ടായ്മ ഒരു രാഷ്ട്രീയ ബോധ്യമായി വന്നതിൻ്റെ പേരാണ് ജനാധിപത്യം എന്നത്. ഈ ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പ് നടത്തിപ്പ് രാഷ്ട്രീയക്കാർക്കുള്ളതാണ്. ജനാധിപത്യത്തിൻ്റെ നടത്തിപ്പ് അധികാരികൾക്കുള്ളതാണ്, ഭരണാധികാരികൾക്കുള്ളതാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരി. പക്ഷേ ഈ ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നതിൻ്റെ ഉത്തരവാദിത്വം എഴുത്തുകാർക്കാണ് എന്നുള്ള കാരണം എഴുത്തുകാർക്കാണ് സമൂഹത്തിലെ മൂല്യത്തെ നിലനിർത്താൻ കഴിയുക, മൂല്യബോധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക. മനുഷ്യവംശത്തിൻ്റെ മൂല്യബോധത്തിലൂടെയല്ലാതെ ഇതിന് മുന്നേറാനാവുകയില്ല, ഇത് നിലനിൽക്കാനാവുകയില്ല എന്നുള്ളത്. ഈ മൂല്യബോധത്തിന് ദോഷം വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ആധുനിക ജനാധിപത്യം. ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മളിരുന്ന് നമുക്ക് ചുറ്റും നോക്കുമ്പോൾ ജനാധിപത്യം ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു എന്ന് മനസ്സിലാവുക. അടിസ്ഥാനപരമായി ഞാൻ നേരത്തെ പറഞ്ഞ ജനാധിപത്യത്തെ നയിക്കേണ്ട അധികാര കേന്ദ്രം രാഷ്ട്രീയക്കാരാണെങ്കിലും ജനാധിപത്യത്തെ നിലനിർത്തുക എന്ന ഉത്തരവാദിത്വമുള്ള അധികാര കേന്ദ്രം എഴുത്തുകാരാണ്. എഴുത്തുകാരൻ തീർച്ചയായും ഒരു അധികാര കേന്ദ്രം തന്നെയാണ്. അധികാരികളെ ചോദ്യം ചെയ്യാനുള്ള അധികാരം എഴുത്തുകാർക്ക് കൽപ്പിച്ചു കൊടുത്തൊരു ആധുനിക സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം ആരൊക്കെയാണ് അധികാര കേന്ദ്രങ്ങളായി പ്രവർത്തിച്ച എഴുത്തുകാരെന്ന്. വിജയൻ ഒരു അധികാര കേന്ദ്രമായിരുന്നു. എൻ്റെ തലമുറയിലെ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യാൻ പര്യാപ്തനാക്കിയത്, എൻ്റെ തലമുറയിലെ നീതിബോധത്തെ വളർത്താൻ തയ്യാറായത് ഒ.വി. വിജയനാണ്. എം.ടി. വാസുദേവൻ നായർ ഒരു അധികാര കേന്ദ്രമാണ്. ആനന്ദമൂർത്തി ഒരു അധികാര കേന്ദ്രമാണ്. അരുന്ധതി റോയ് അത് അധികാര കേന്ദ്രം. എൻ്റെ മുന്നിലിരിക്കുന്ന സാറ ജോസഫ് ഒരു അധികാര കേന്ദ്രമാണ്. അധികാരത്തെ ചോദ്യം ചെയ്യാൻ ഇന്നും കേരളീയ സമൂഹത്തെ പഠിപ്പിക്കുന്നവരിൽ ഒരാളാണ് സാറ ടീച്ചർ. എന്താണ് ജനാധിപത്യത്തിലൂടെ മനുഷ്യ സമൂഹത്തിന് നഷ്ടമായി പോകുന്നത്, എന്തൊക്കെ പരിമിതികളാണ് ഈ ജനാധിപത്യം നിലനിന്നിട്ടും നമുക്ക് ഇല്ലാതെ പോകുന്നത്, ആ പരിമിതികളെ കണ്ടെത്തുകയും ചോദ്യം ചെയ്യുക. സ്ത്രീയുടെ അവസ്ഥ, മാനവികതയുടെ അവസ്ഥ, മനുഷ്യത്തിൻ്റെ അവസ്ഥ അതെങ്ങനെ പോകുന്നു എന്ന് നിരന്തരം ചോദ്യം ചെയ്തത് സാറ ജോസഫാണ്. അതെന്തുകൊണ്ട് സാധിച്ചു? അത് സമൂഹത്തിൽ എഴുത്തുകാരി എന്ന നിലയിൽ സാറ ജോസഫ് നേടിയെടുത്ത ഒരു അധികാരം കൊണ്ടാണ് സാധിച്ചത്. എം.ടി. വാസുദേവൻ നായർ എന്തുകൊണ്ടാണ് അദ്ദേഹം ശബ്ദിക്കുമ്പോൾ, അദ്ദേഹം രാഷ്ട്രീയം പറയുമ്പോൾ ഭരണകേന്ദ്രത്തിലെ ഏറ്റവും വലിയ ഉന്നതനായ നേതാവിന് പോലും ഞെട്ടലുണ്ടാകുന്നത്? അതെന്തുകൊണ്ടാണ് അതത്രയോടെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കുന്നത്? കാരണം വ്യക്തികളിലുള്ള പൗരന്മാരുള്ള അധികാരം തന്നെക്കാൾ കൂടുതൽ എഴുത്തുകാരനാണെന്ന് ആ ജനാധിപത്യ സംവിധാനത്തിലെ ഭരണാധികാരി മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. ഇതിനെയാണ് എഴുത്തുകാരൻ്റെ അധികാരം എന്ന് പറയുന്നത്. അത് എഴുത്തുകാരൻ വേണ്ട വിധം പ്രയോഗിക്കുമ്പോഴാണ് സമൂഹം മുന്നോട്ട് പോവുക. ഈ ഇടം എഴുത്തുകാർ ഏതു രീതിയിൽ ഉപയോഗിക്കുന്നു എന്നത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. നമുക്കറിയാം, ഇന്ന് ലോകം നേരിടുന്ന വലിയ വെല്ലുവിളികളൊന്നാണ് ജനാധിപത്യം. ജനാധിപത്യം അതിൻ്റെ പുറം മോടിയിൽ മാത്രം നിലനിൽക്കുകയും ജനാധിപത്യത്തിലൂടെ സമൂഹത്തിന്, മനുഷ്യരാശിക്ക്, പൗരസമൂഹത്തിന് എന്താണോ ലഭിക്കേണ്ടത് അത് ലഭിക്കാതെ പോവുകയും ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമുക്ക് സുപ്രീം കോടതി വന്ന ഒരു വിധിയുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച്. ഗുജറാത്തിലെ ഒരു കോൺഗ്രസ് MP സോഷ്യൽ മീഡിയയിൽ വെച്ച് എഴുതിയൊരു കവിതയെ തടയണമെന്ന് പറഞ്ഞു പോയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് ഒരു കാരണവശാലും അത് പറ്റില്ല എന്നാണ്. എന്തുകൊണ്ടാണ്? ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് 2018 വളരെ പ്രധാനമായ മീശ വിവാദവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ചിൻ്റെ വിധിയുണ്ട്. ഭാവനയുടെ ഭ്രമണപഥത്തിൽ തുടരുത് എന്നാണ് ആ വിധി പറഞ്ഞിട്ടുള്ളത്. ഭാവനയുടെ ഭ്രമണപഥം എന്ന് പറയുന്നത് അത് ഭരണഘടനാനുസരണം ഇന്ത്യയിലെ പൗരന്മാർക്ക് അവകാശപ്പെട്ടതാണ്. ഈ പുതിയ വിധിയിൽ പറയുന്നത് ആ അവകാശം അറിയാതെ പോവുക, ഉദ്യോഗസ്ഥന്മാർ, നീതിപാലകർ അതറിയാതെ പോവുകയോ അല്ലെങ്കിൽ അതിനെ കണ്ടില്ലെന്ന് നടിക്കുകയോ ആണ് ചെയ്യുന്നത് എന്നാണ് ഈ വിധിയിൽ പറയുന്നത്. ഇതാരാണ് നിലനിർത്തേണ്ടത്? ഈ സമൂഹത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലൂടെയാണ് മനുഷ്യ സമൂഹം മുന്നോട്ട് പോയിട്ടുള്ളത്. ജനാധിപത്യം എന്ന് പറയുന്ന സങ്കല്പം ഏതിലൂടെയാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്? അതേതെല്ലാമോ എഴുത്തുകാരുടെ ചിന്തകളിലൂടെ, അവർ മുന്നോട്ട് വെച്ച ആശയങ്ങളിലൂടെയാണ് വന്നിട്ടുള്ളത്.
എന്താണ് അടിമത്വം എന്ന് മനസ്സിലാക്കിയത് എങ്ങനെയാണ്? എഴുത്തുകാരൻ അടിമത്വത്തിൻ്റെ വിഹുലതയെക്കുറിച്ച്, അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് എഴുതിയപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത്. എന്താണ് ഫെമിനിസം എന്ന് പറഞ്ഞത് ആരാണ്? എഴുത്തുകാരാണ് പറഞ്ഞത്. എന്താണ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞത് ആരാണ്? എഴുത്തുകാരാണ് പറഞ്ഞത്. അങ്ങനെ സമൂഹം മുന്നോട്ട് പോകുമ്പോൾ നേരിടേണ്ട എല്ലാ തരത്തിലുള്ള പ്രായോഗികവും സൈദ്ധാന്തികവുമായ പ്രതിവിധികളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും മനസ്സിലാക്കി തന്ന എഴുത്തുകാരൻ്റെ ആശയ സംവേദനത്തിന്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കടിഞ്ഞാണിടുവഴി ജനാധിപത്യം ഇല്ലാതാവുകയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടനയിൽ, ഇല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനയെല്ലാം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള വലിയ സ്ഥാനം കൽപ്പിച്ചിരിക്കുന്നത്. ആ സ്ഥാനം നിലനിർത്താനുള്ള ഉത്തരവാദിത്വം ജനാധിപത്യത്തിൽ ഭരണകർത്താക്കളേക്കാൾ കൂടുതൽ എഴുത്തുകാർക്കാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് എത്ര എഴുത്തുകാർ ചെയ്യുന്നുണ്ട് എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിൽ എപ്പോഴും വരണം. അങ്ങനെ വരുമ്പോഴാണ് കോടതികൾക്കും മറ്റും, വരാതിരിക്കുമ്പോഴാണ് കോടതികൾക്ക് ഇടപെടേണ്ടി വരുന്നത്. ഇന്നത്തെ ജനാധിപത്യം എന്താണ്? അവിടെ എഴുത്തുകാരനും പൗരനും എന്താണ് വില? എഴുത്തുകാരന് വിലയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. പൗരനെ വില വിൽക്കുന്നുണ്ടോ ഏതെങ്കിലും ജനാധിപത്യ ഭരണാധികാരികൾ വില വിൽക്കുന്നു? ഇല്ല. എന്തുകൊണ്ടാണ്? അത് സമ്മർദ്ദ തന്ത്രങ്ങളുടെ ബലാബലത്തിൽ മാത്രം നിർണ്ണയിക്കപ്പെടുന്ന ഒന്നായി ജനാധിപത്യം അധപ്പതിച്ചു പോയിരിക്കുന്നു. അതാരാണ് ചൂണ്ടിക്കാട്ടിക്കേണ്ടത്? ഈ സമൂഹത്തോട്, ഈ പൗരന്മാരോട് നിങ്ങൾ വെറും വോട്ട് ചെയ്യാനുള്ള യന്ത്രങ്ങളല്ല, അല്ലെങ്കിൽ ഒരു ബട്ടണുകളല്ല എന്ന് ഓർമ്മപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം എഴുത്തുകാർക്കുണ്ട്. ആ എഴുത്തുകാർ എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യം. എഴുത്തുകാരൻ്റെ അധികാരത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുമ്പോൾ വേണമെങ്കിൽ MT വാസുദേവനെ നമുക്ക് ഓർമ്മിക്കാൻ കഴിയും. MT യെക്കുറിച്ച് വളരെ രസകരമായൊരു കാര്യമുണ്ട്. MT വാസുദേവൻ നായർ കോഴിക്കോടിലെ ആ ചെറിയ വസതിയിലിരുന്നു കൊണ്ട് ആളുകളെയൊന്നും അധികം കാണാതെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ പലപ്പോഴും നിയന്ത്രിച്ചിരുന്നു എന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ അറിയണം. കോഴിക്കോട് പരിസരത്തുള്ള രാഷ്ട്രീയ പ്രവർത്തകർ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഭരണത്തും പ്രതിപക്ഷത്തിലുള്ള പലപ്പോഴായിട്ടുള്ള അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അവരുടെ നേതാവിനോട്, അവരുടെ മുഖ്യമന്ത്രിയോട് അവരത് പറയുമ്പോൾ അത് നടക്കാതെ പോവും. അവരടുത്തതായി ചെയ്യുന്നത് നേരെ ചെന്ന് MT യെ കണ്ട് ആ പ്രശ്നം ബോധ്യപ്പെടുത്തും. ആ ബോധ്യപ്പെടുത്തലിലൂടെ പിന്നീട് വരുന്ന നേതാവിൻ്റെ അടുത്തേക്ക് MT എത്തിക്കുകയും MT വഴി ആ പ്രശ്നം അവതരിപ്പിക്കുമ്പോൾ ആ ദിവസം അത് പരിഹരിക്കപ്പെടാറുണ്ട് എന്ന് പറയാം. എവിടെയാണ് അത് സാധിക്കുന്നത്? എഴുത്തുകാരൻ്റെ അധികാരം ഉപയോഗിക്കാനുള്ള, അത് അമിതാധികാരമല്ലാതെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാനുള്ള MT യുടെ സിദ്ധി, എഴുത്തുകാരൻ്റെ അന്തസ്സ്, എഴുത്തുകാരൻ്റെ ജാഗ്രത, എഴുത്തുകാരൻ്റെ ആ അധികാര പ്രയോഗമാണ് MT നടത്തുന്നത്. സാറാ ജോസഫ് ശബ്ദിച്ചാൽ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ ഭരണകൂടം പോലും അത് ശ്രദ്ധിക്കും. നടക്കുന്നുണ്ടോ എന്നുള്ളത് കാര്യം. കാരണം ഭരണകൂടത്തിൻ്റെ സംവിധാനങ്ങൾ മാറിയിരിക്കുന്നു. പൗരരും എഴുത്തുകാരും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടായിരിക്കുന്നു. എഴുത്ത് എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ പ്രവർത്തനമാണോ, അല്ലെങ്കിൽ സമൂഹത്തെ, ഞാൻ ഇതുവരെ പറഞ്ഞത് വന്നതുപോലെ മനുഷ്യവംശത്തെയും ജനാധിപത്യത്തെയും മുന്നോട്ട് നയിക്കാനുള്ള ഒന്നാണോ എന്ന സംശയം പുതിയ കാല എഴുത്തുകാർ വരുത്തിക്കൊണ്ടിരിക്കുന്നു. അതുണ്ടാക്കുന്ന പ്രതിസന്ധിയെ, അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ആനുകൂല്യത്തെ ഭരണകൂടവും അധികാരിവർഗവും ഉപയോഗിക്കുകയും ജനാധിപത്യത്തെ വികലമാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് കാണാതെ പോകരുത്. എഴുത്ത് ഒരു സമൂഹത്തെ മനസ്സിലാക്കുന്നതിന് എഴുത്തിനപ്പുറം മറ്റെന്തിനാണ് കഴിയുക? ഞാനൊരു കഥ പറയാം. ഒരു കാശ്മീരി, അത്താർ എന്ന് പറയുന്ന ഒരു കാശ്മീരി കഥാകൃത്ത് എഴുതിയൊരു കഥയാണ്. ദ എനിമി എന്നാണ് ആ കഥയുടെ പേര്. ആ കഥ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ നടക്കുകയാണ്. ആ കഥ നടക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ സഹോദരൻ താമസിക്കുന്ന തൊട്ടടുത്ത ആ നദിയുടെ കരയ്ക്കാണ് അദ്ദേഹം നദിയുടെ തൊട്ടപ്പുറത്ത് തൻ്റെ സഹോദരൻ താമസിക്കുന്നുണ്ട്. അവിടേക്ക് അദ്ദേഹത്തിന് പോകണം. സഹോദരൻ എന്തോ അത്യാപത്ത് വന്നിരിക്കുന്നു. അവിടേക്ക് പോകാൻ അയാൾ തയ്യാറായി നിൽക്കുകയാണ്. അയാൾക്ക് കടന്നു പോകേണ്ട ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ ഇങ്ങേ വശത്ത് ഇന്ത്യൻ സൈന്യം ഒരു ബാരിക്കേഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പാലത്തിൻ്റെ അങ്ങേ വശത്ത് പാകിസ്ഥാൻ സൈന്യവും ഒരു ബാരിക്കേഡ്. ഈ നദിയുടെ അപ്പുറവും ഇപ്പുറവും രണ്ട് രാജ്യമായി മാറിയിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ സഹോദരനെ കാണാൻ ഈ പാലം കടന്നു പോയേ പറ്റുകയുള്ളൂ. ആ പാലം കടക്കാൻ ഭാഗ്യവശാൽ അദ്ദേഹത്തിന് ഇന്ത്യൻ ബാരിക്കേഡിലെത്തിയപ്പോൾ അവിടെ പട്ടാളക്കാരുണ്ടായിരുന്നില്ല. അദ്ദേഹം വളരെ വേഗത്തിൽ ഓടി തൻ്റെ ശ്രദ്ധയും കണ്ണും മുഴുവൻ തൻ്റെ സഹോദരനെ കാണാവുന്ന ആ വീട്ടിലേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം പാലത്തിലേക്ക് കടക്കുകയാണ്. പാലത്തിൻ്റെ അങ്ങേയറ്റെത്തുമ്പോൾ പാകിസ്ഥാൻ സൈനികർ അവിടെ ഉണ്ടായിരുന്നു. അവർ ഇയാളെ പിടിച്ചെടുക്കുന്നു. ചോദിക്കുന്നു, നിങ്ങൾ ഇന്ത്യൻ ചാരനാണോ എന്ന്. അയാൾ പറഞ്ഞു, അല്ല, ഞാൻ കാശ്മീരിയാണ്. വീണ്ടും ചോദിക്കുന്നു, നിങ്ങൾ ഇന്ത്യൻ ചാരനല്ലേ? അല്ല, ഞാൻ കാശ്മീരിയാണ്. അവർ പറഞ്ഞു, നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുകയില്ല, നിങ്ങൾ ഇന്ത്യക്കാരനാണ്. അദ്ദേഹത്തെ അവിടെയുള്ള ബാരിക്കേഡിലെ തടവ് മുറിയിൽ അവരെ പിടിച്ചിടുകയാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ സഹോദരൻ കാണുന്ന വീട്ടിൽ, ഈ നോക്കിക്കാണുന്ന വീട്ടിൽ വലിയ അപകടത്തിലാണെന്ന് ഞാൻ അറിഞ്ഞിട്ടാണ് വരുന്നത്, എന്നെ ഒന്ന് പോകാൻ വിടൂ, ഞാൻ തിരിച്ചു വരും. അവർ പറഞ്ഞു, ഞങ്ങൾക്കതിന് അവകാശമില്ല. അദ്ദേഹത്തെ ആ മുറിയിലിട്ട് അവർ രാത്രി പരമാവധി ആക്രമിക്കുന്നു.
രാവിലെ ആവുമ്പോൾ അദ്ദേഹത്തോട് ഈ അതേ സൈനികർ പറയുകയാണ്, നിങ്ങൾ നോക്കൂ, ആ വീട്ടിലേക്ക് നോക്കിക്കോളൂ വേണം. ആ വീടിൻ്റെ മുന്നിൽ സഹോദരന് വേണ്ടി ശവമഞ്ചം ഒരുക്കിയിരിക്കുകയാണ്. സഹോദരൻ രാത്രിയിൽ മരിച്ചുപോയി. ഇയാൾ പറയുന്നു, എന്നെ ഒന്ന് പോകാൻ അനുവദിക്കൂ, അവസാനമായി ഞാൻ എൻ്റെ സഹോദരനെ കണ്ടോട്ടെ. ഇവരനുവദിക്കുന്നില്ല. ഇവരോട് കെഞ്ചുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങൾക്കതിന് അവകാശമില്ല. ആർക്കാണ് അവകാശം? അത് ഞങ്ങൾക്കറിയില്ല. നിങ്ങളുടെ മേലുദ്യോഗസ്ഥനോട് ചോദിക്കൂ, അയാൾക്കും അതിന് അവകാശമില്ല. അതിലും മേലുദ്യോഗസ്ഥന് അവകാശമില്ല. ഈ അവകാശമില്ലായ്മ, ഈ പാലം കടക്കാതിരിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കിയതിൻ്റെ പേരെന്താണ്? അതിൻ്റെ പേര് രാഷ്ട്രീയമെന്നാണ്. അത് ജനാധിപത്യ വിരുദ്ധ രാഷ്ട്രീയമാണ്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വിഭജനത്തെ, അതിലൂടെ ഉണ്ടാകുന്ന മനുഷ്യബന്ധങ്ങളുടെ വിഭജനത്തെ ഈ കഥയിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഈ കഥ നമ്മൾ വിഭജനത്തെക്കുറിച്ചുള്ള ലേഖനം വായിച്ചാൽ മനസ്സിലാകില്ല. എഴുത്തുകാരൻ്റെ അധികാരം അവിടെ വരികയാണ്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഇന്ത്യ ഇന്ന് വിജയൻ 1980കളിലാണ് പറഞ്ഞത്, ഹിന്ദു ഫണ്ടമെൻ്റലിസം ഇന്ത്യക്ക് ആപത്താണ്, ഹിന്ദുക്കൾക്കും ആപത്താണ്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ഹിന്ദുക്കളുടെ കൊടി കയറുമ്പോൾ അതെൻ്റെ രാജ്യമല്ലാതാകുന്നതാണ്. 80കളിൽ വിജയൻ പറഞ്ഞ ആ പ്രവചനം ഇന്ന് എവിടെ എത്തി എന്ന് നമ്മൾ നോക്കണം. എന്തുകൊണ്ട്? അതിൻ്റെ ഈ വിഷയത്തിലേക്ക് കടന്ന് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, അത് സംഭവിച്ചതിൻ്റെ പുറകിൽ 1945 ശേഷം 49 വരെ ഇന്ത്യയിൽ നടന്ന കമ്മ്യൂണലിസത്തെ, വർഗീയതയുടെ വേരുകൾ കണ്ടെത്തുന്നതിലുള്ള പരാജയമാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ആ പരാജയം സംഭവിച്ചത്? ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നത് സാഹിത്യത്തിലൂടെയാണ്. ഹോളോകോസ്റ്റ് നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? ഓഷ്വിറ്റ്സിൻ്റെ ദുരന്തങ്ങൾ നമ്മൾ എങ്ങനെയാണ്? യൂറോപ്പിൻ്റെ 20ാം നൂറ്റാണ്ടിൻ്റെ സാഹിത്യം നിറച്ചും അതിൻ്റെതാണ്. അവരുടെ അനുഭവങ്ങൾ, അവരുടെ ഭാവനകൾ സൃഷ്ടിച്ചത്, അവരുടെ ഡയറി ആനി ഫ്രാങ്കിനെ നമുക്കറിയാം. ആ അനുഭവ തീക്ഷ്ണമായ സാഹിത്യമാണ് ലോകമെമ്പാടുമുള്ള മനുഷ്യരിലേക്ക് ഇതാ ഇങ്ങനെയൊരു ദുരന്തമുണ്ട്, ആ ദുരന്തം മാനവരാശിക്കെതിരാണ്, മാനവരാശിയെ നശിപ്പിക്കുമെന്ന് പറഞ്ഞത്. ലോകം കണ്ട ഏറ്റവും വലിയ വർഗീയ ലഹളകളിലൊന്നായിരുന്നു, വർഗീയ പ്രതിസന്ധി, വർഗീയ ദുരന്തങ്ങളിലൊന്നായിരുന്നു ഇന്ത്യയുടെ വിഭജനം. 47ലെ വിഭജനത്തെക്കുറിച്ച് എത്രമാത്രം ഇന്ത്യൻ സാഹിത്യത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്? 1-2 കൃതികളല്ലാതെ, ട്രെയിൻ ടു പാകിസ്ഥാൻ പോലെയും മാൻഡോയുടെ ചില കഥകളുമല്ലാതെ എന്താണ് ഇന്ത്യൻ വിഭജനത്തെക്കുറിച്ച്? വിഭജനവുമായി ബന്ധപ്പെട്ട ആ പ്രദേശത്ത് ജീവിച്ച സാധാരണ മനുഷ്യൻ്റെ വേദനകളുണ്ട്, അത് തലമുറകളിലൂടെ കടന്നുപോയതുണ്ട്. പക്ഷെ അതിനപ്പുറം ഇന്ന് ആ വർഗീയത ആ പ്രദേശത്ത് മാത്രം നിൽക്കുകയല്ല, ഇന്ത്യയിൽ മുമ്പാകെ, കേരളത്തിൽ ഉൾപ്പെടെ ഒരു സംഹാര താണ്ഡവത്തിലേക്ക് അടുക്കുകയാണ്. നമ്മളറിയാതെ നമ്മളിലേക്ക് കടന്നു വരിക. നമ്മുടെ വീടുകൾക്കുള്ളിൽ വർഗീയതയുണ്ട്. പുറത്ത് നമ്മൾക്ക് ആരെയും തടഞ്ഞു നിർത്താം. പക്ഷെ വീടുകൾക്കുള്ളിൽ കടന്നു വന്ന ആ വർഗീയത കടന്നു വരാനുള്ളൊരു കാരണം വർഗീയതയുടെ ആ ശക്തിയും അതിൻ്റെ ദുരന്തവും നമ്മൾ അറിയാതെ പോയി എന്നുള്ളതാണ്. ആ അറിയാതെ പോയതിൻ്റെ ഉത്തരവാദിത്വം ഇന്ത്യയിലെ എഴുത്തുകാർക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണെന്നാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ തുടർച്ചയ്ക്ക് ഈ പ്രധാന ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയെ അടയാളപ്പെടുത്തണമായിരുന്നു, അതിൻ്റെ വേദനകളെ ഉൾക്കൊള്ളണമായിരുന്നു, അത് പുതിയ തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടണമായിരുന്നു. അത് സംഭവിച്ചില്ല. അവിടെ എഴുത്തുകാരൻ്റെ ഇടം ആ എഴുത്തുകാർ ഉപയോഗിച്ചില്ല എന്ന് കാണിക്കാൻ. ഇന്ന് ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളി, ഇന്ന് എവിടെയാണ് എഴുത്തുകാരൻ്റെ സ്ഥാനം? ഒരു ഉദാഹരണം ഞാൻ പറയാം. ഏറ്റവും അവസാനമായി നമുക്കിപ്പം നമ്മുടെ ബഹിരാകാശ സഞ്ചാരിയൊക്കെ ജയിച്ചു വന്നപ്പോൾ ഗുജറാത്തുകാരിയാണ്, ഇന്ത്യൻ വംശജ മാത്രമാണ്. എന്താണ് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയും ഇന്ത്യയിലെ ആഭ്യന്തരമന്ത്രി, ഇന്ത്യൻ ഗവൺമെൻറ് എന്തുമാത്രം ആവേശത്തോടെയാണ് അവരെ സ്വീകരിച്ചത്, അവർക്ക് വേണ്ടി ട്വീറ്റുകൾ എഴുതിയത്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും വലിയ സാഹിത്യ അംഗീകാരം നേടിയ ലേഡിയുടെ പേര് ഗീതാഞ്ജലി ശ്രീ എന്നാണ്. ബുക്കർ ഇൻ്റർനാഷണൽ പുരസ്കാരം അവർ കൃതിയിലൂടെ നേടുകയുണ്ടായി. ഈ സംവിധാനങ്ങളൊന്നും ശബ്ദിച്ചില്ല. ഇന്ത്യൻ വംശജയായ ഒരു സ്ത്രീ നോബൽ സമ്മാനത്തിന് ശേഷം രണ്ടാമതെന്ന് കരുതപ്പെടുന്ന ബുക്കർ അന്താരാഷ്ട്ര പുരസ്കാരം നേടിയപ്പോൾ അനുമോദിക്കാൻ ഇന്ത്യൻ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ശബ്ദം ഉയർന്നില്ല. സംസ്കാരത്തെ, എഴുത്തിനെ എങ്ങനെ അകറ്റി നിർത്തണം എന്നുള്ളത് അവർക്ക് നിശ്ചയമുണ്ടായിരുന്നു. ഗീതാഞ്ജലി ശ്രീ ചെയ്തത് ചെറിയൊരു കാര്യമാണ്. അവർ ബാബറി മസ്ജിദിനെ കുറിച്ചൊരു നോവൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെതിരെ ഇവിടെ ശബ്ദമുണ്ടായോ? ഇത് എത്ര പേർ മനസ്സിലാക്കി? ഓട്ടക്കാരെയും സിനിമക്കാരെയും അല്ലെങ്കിൽ ബഹിരാകാശത്തെയും മാറ്റി നിർത്തണമെന്നല്ല പറയുന്നത്. സംസ്കാരത്തെ, രാഷ്ട്രീയത്തെ തിരുത്താൻ ശക്തിയുള്ള, പൗരൻ്റെ മൗല്യബോധത്തെ മാറ്റാൻ കരുത്തുള്ള
സാംസ്കാരിക രംഗത്തെ, സാഹിത്യത്തെ, എഴുത്തിനെ, കലയെ അവഗണിക്കുകയും മറിച്ചുള്ളതിനെ ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ അത് ജനാധിപത്യത്തെ ശിഥിലീകരിക്കാനുള്ള തീവ്രമായ നിഗൂഢ ആലോചനയാണെന്ന് മനസ്സിലാക്കാനെങ്കിലും നമുക്ക് കഴിയണം. ആ മനസ്സിലാക്കിക്കുക എന്ന പ്രവൃത്തി കൂടി എഴുത്തുകാരൻ ഏറ്റെടുക്കേണ്ടതാണ് എന്നുള്ളതാണ്. എന്താണ് എഴുത്തും രാഷ്ട്രീയം തമ്മിലുള്ള ബന്ധം? നിലപാടുകൾ വേണം എഴുത്തുകാരന്. എഴുത്തുകാരന് രാഷ്ട്രീയവുമായുള്ള ബന്ധം എങ്ങനെയായിരിക്കണം നിശ്ചയിക്കണം. ജനാധിപത്യത്തിൽ എഴുത്തുകാരൻ അധികാരത്തിൻ്റെ പുറത്ത് നിൽക്കുന്നവനല്ല. ജനാധിപത്യത്തിലെ അധികാരം എന്ന് പറയുന്നത് ഭരണത്തിലിരിക്കുന്ന കുറച്ച് വ്യക്തികൾക്കുള്ളതല്ല. അത് ജനാധിപത്യ സംവിധാനത്തിൽ ഇടം ഉള്ള എല്ലാ പൗരന്മാർക്കും, എഴുത്തുകാരുൾപ്പെടെയുള്ളവർക്കുള്ളതാണ്. അത് ക്രിയാത്മകമായി ആവശ്യാനുസരണം ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് ജനാധിപത്യത്തിൽ ഭരണാധികാരിയെ ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തമുള്ളവനാണ് എഴുത്തുകാരൻ. ഭരണാധികാരി ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് പറയുകയല്ല. കക്ഷി രാഷ്ട്രീയം ജനാധിപത്യത്തെ എത്രമാത്രം നിരർത്ഥകമാക്കുമെന്ന് ഓർമ്മിപ്പിച്ച എഴുത്തുകാരൻ്റെ പേരാണ് ഒ. വി. വിജയൻ. വിജയൻ്റെ രാഷ്ട്രീയ ലേഖനങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഓരോ കക്ഷി രാഷ്ട്രീയവും ഏതു തരത്തിലാണ് അതിനെ വികലമാക്കിയതെന്ന്, എത്ര തരത്തിലാണ് നിരർത്ഥകമാക്കിയതെന്ന് വിജയൻ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഓരോ വ്യക്തികളും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അക്കാലത്ത് നിലനിന്നിരുന്ന മുതിർന്ന ഓരോ വ്യക്തികളും ഇന്ത്യൻ ജനാധിപത്യത്തെ ഏത് രീതിയിൽ വികലമാക്കിയതെന്ന് വിജയൻ എഴുതുന്നുണ്ട്. അവർ സ്വയം രാഷ്ട്രീയ കക്ഷിയാവുമ്പോൾ, അവർ ഒരു സ്വയം പ്രസ്ഥാനമായി മാറുമ്പോൾ എന്താണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് സംഭവിക്കുന്നത് എന്ന്. അതുപോലെ തന്നെ പ്രത്യയശാസ്ത്രങ്ങൾ എങ്ങനെയാണ് കമ്മ്യൂണിസം മൂല്യബോധത്തിൽ നിന്ന് തകർന്നു പോകുന്നതെന്ന്, അതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ എന്താണ് ഇല്ലാതെ പോയത്, അതിൻ്റെ ധാർമ്മികത എവിടെയാണ് നഷ്ടപ്പെട്ടതെന്ന് വിജയൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ ഓർമ്മിപ്പിക്കലില്ലാതെ ഇതിനെല്ലാം തള്ളി മാറ്റിക്കൊണ്ട് ഒരു അരാജകവാദിയുടെ റോളിൽ നിൽക്കുന്ന മനുഷ്യരോട് സഹതപിക്കാനേ കഴിയുള്ളൂ. ജനാധിപത്യത്തിൽ അരാജകത്വത്തിന് അടിസ്ഥാനമില്ല. കാരണം അരാജകവാദിക്ക് വിജയം കാണാൻ അവകാശമില്ല. അരാജകവാദി വിജയമെന്ന കോൺസെപ്റ്റിന് തന്നെ എതിരാണ്. അങ്ങനെ ഒരു അരാജകവാദത്തെ അല്ല നമ്മൾ അനുകൂലിക്കേണ്ടത്, ഒരു എഴുത്തുകാരനും അനുകൂലിക്കേണ്ടത്. ജനാധിപത്യ പ്രക്രിയയിൽ നമ്മളെല്ലാം അനുഭവിക്കുന്ന സാമൂഹിക സാഹചര്യങ്ങൾ ഈ ജനാധിപത്യത്തിൽ നമ്മൾ നേടിയെടുത്തതാണ്. അത് നമുക്ക് ഭരണകർത്താക്കൾ തന്നതല്ല. നമ്മളെ മൂല്യബോധത്തിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്ത ഭരണകർത്താക്കൾ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലൂടെ നമുക്ക് തരുന്നു എന്നേ ഉള്ളൂ. അത് അവരുടേതാണെന്ന് പറയരുത്. അവരെ തിരുത്താനും അവരെ കൊണ്ട് ക്രിയാത്മകമായി പ്രവർത്തിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട്. ആ സമൂഹത്തെ ആ ഊർജ്ജസ്വലതയുടെ നിലനിർത്താനുള്ള ഉത്തരവാദിത്വം എഴുത്തുകാരെന്ന നിലയിൽ, സാമൂഹ്യ ജീവികളെന്ന രീതിയിൽ എഴുത്തുകാർക്കുണ്ട്. അതാണ് എഴുത്തുകാരൻ്റെ ഇടം. അത് മനസ്സിലാക്കുക, അതിനെ ആ രീതിയിൽ പരിപോഷിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. അതൊരു വിധേയപ്പെടലായി കരുത്. വിധേയപ്പെടുക എന്ന് പറയുന്ന അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ മനസ്സിലുള്ളതാണ്. നിങ്ങൾ മാനസികമായി വിധേയപ്പെട്ടാൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും വിധേയനായിരിക്കും. നിങ്ങളെന്തിനാണ് മുഖ്യമന്ത്രിയെ കാണുമ്പോൾ, നിങ്ങളെന്തിനാണ് പ്രധാനമന്ത്രിയെ കാണുമ്പോൾ നിങ്ങൾ വിധേയനാവുന്നത്? നിങ്ങളെന്തിനാണ് ഭക്തി പ്രകടിപ്പിക്കുന്നത്? വിജയൻ അനാദരവിൻ്റെ രാഷ്ട്രീയം പറഞ്ഞ ഏക മലയാളി എഴുത്തുകാരനാണ്. ധർമ്മപുരാണം അനാദരവിൻ്റെ രാഷ്ട്രീയമാണ് പറഞ്ഞത്. ആദരവിലൂടെയല്ല ജനാധിപത്യത്തെ നിലനിർത്തേണ്ടത്, ആദരവിലൂടെയല്ല രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അത് തിരിച്ചറിഞ്ഞ എഴുത്തുകാരിയാണ് സാറ ടീച്ചർ. വേറൊരു രീതിയിൽ ടീച്ചർ അത് പ്രകടിപ്പിക്കുന്നുമുണ്ട്. എവിടെയാണ് മൂല്യദോഷണം നടക്കുന്നത്? അത് രാഷ്ട്രീയത്തിൽ, ജനാധിപത്യത്തിൽ, കമ്മ്യൂണിസത്തിൽ, മാർക്സിസത്തിൽ, എവിടെയെല്ലാം സോഷ്യലിസത്തിൽ മൂല്യശോഷണം നമിക്കുമ്പോൾ ഈ മൂല്യശോഷണം എന്ന് പറയുന്നത് അത് അടിസ്ഥാനപരമായി മനുഷ്യവംശത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമാവുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ മൂല്യശോഷണം വരുന്നിടത്താണ് നമ്മൾ ഈ പറയുന്ന വർഗീയത പോലുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ പ്രക്രിയകൾ കടന്നു വരുന്നത് എന്നാണ്. അതിന് എഴുത്തുകാരും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള ആശയവിനിമയം നടന്നേ പറ്റൂ. എഴുത്തുകാരിൽ നിന്ന് രാഷ്ട്രീയക്കാരൻ അകലാൻ ശ്രമിക്കുന്നത് അതവൻ്റെ ഒരു രക്ഷപ്പെടലാണ്. അതിനനുവദിച്ചു കൊടുക്കാതിരിക്കുക എന്നത് എഴുത്തുകാരൻ്റെ കടമയാണ്. മാറി നിൽക്കുമ്പോൾ വിജയൻ അങ്ങനെ മാറി നിന്ന ആളല്ല എന്നാണ് ഞാൻ കരുതുന്നത്. വിജയനെക്കുറിച്ചുള്ള പല വിജയൻ വ്യക്തിപരമായി ഞാൻ ഒരിക്കൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. വിജയനുമായി അടുത്ത ബന്ധമുള്ള പലരുമായിട്ടും കണ്ടിട്ട് വിജയൻ ആരോടാണ് സംവദിക്കാതിരുന്നത്? വിജയൻ ഏറ്റവും കൂടുതൽ വിമർശനാത്മകമായി നോക്കിക്കണ്ട നേതാക്കളുമായി വിജയൻ ഏറ്റവും അധികം സംവദിച്ചിട്ടുണ്ട്. വിജയൻ EMSുമായുള്ള സംഭാഷണങ്ങൾ, വിജയൻ EMSനൊക്കെ എഴുതിയ കുറിപ്പുകൾ എത്ര പാരസ്പര സ്നേഹത്തോടെയാണ്, എത്ര ആദരവോടെ, എത്ര വിനയത്തോടെയാണ് വിജയൻ അത് കൈകാര്യം ചെയ്തത്. വിജയൻ അച്യുതമേനോന് കത്തെഴുതുന്നുണ്ട്. ചില സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് അച്യുതമേനോൻ അതിന് വളരെ വളരെ വിഷമത്തോടെയും വിനയത്തോടെയും മറുപടി എഴുതുന്നുണ്ട്. വിജയ, ഞാനും താങ്കളുടെ സന്ദേഹങ്ങൾ പങ്കിടുന്നു, പക്ഷെ ഞാൻ അവശനാണ് എന്ന്. ഇത് കഴിയുന്ന എഴുത്തുകാരൻ
ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് അസ്പൃശ്യനായി അല്ലെങ്കിൽ ഏവരെ ഉയരത്തിൽ നിൽക്കേണ്ട ഒരാളാണെന്ന് ധരിച്ചു പോയാൽ അവിടെ അയാൾ ജയിക്കുകയായി. അവിടെ വരുന്നതിൻ്റെ പേര് ഫാസിസമാണ്. ആ പ്രസ്ഥാനം അല്ലെങ്കിൽ ആ വ്യക്തി ഫാസിസ്റ്റാവും. ഒരു അധികാരിയെ ഫാസിസ്റ്റ് അല്ലാതെ ആവാതെ നിലനിർത്തുക എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ ഏറ്റവും വലിയ പങ്കുള്ള ആളാണ് എഴുത്തുകാരൻ. അതുകൊണ്ടാണ് അച്യുതമേനോന് കത്തെഴുതിയത്. രാജൻ്റെയും അടിയന്തരാവസ്ഥയുടെയും എല്ലാ കുറ്റബോധവും അച്യുതമേനോന് കൽപ്പിച്ചു കൊടുത്ത വിജയൻ തന്നെയാണ് അച്യുതമേനോനോട് പറയുന്നത്. അച്യുതമേനോൻ അപ്പോഴും പറയുന്നത് ഗ്ലാസ്നോസും പെരിസ്ട്രോയിക്കയും കമ്മ്യൂണിസ്റ്റിൻ്റെ പ്രശ്നങ്ങളും വിജയന് മുന്നേ തന്നെ ചെക്കോസ്ലാവക്കയിൽ കമ്മ്യൂണിസ്റ്റ് പ്രശ്നം നടന്നപ്പോൾ ഞാനതിന് ആശങ്കാകുലനായിരുന്നു വിജയ. ഇന്ന് അതിനെക്കുറിച്ചൊന്നും എഴുതാനുള്ള ശക്തിയോ തീക്ഷ്ണമായ ബന്ധങ്ങളോ സംവിധാനങ്ങളുമായി എനിക്കില്ല എന്ന് എഴുതുന്നുണ്ട്. വിജയൻ EMSനെ കാണാൻ പോയിട്ട് പറയുന്നുണ്ട്, IKG സെൻറ്ററിൽ ഇന്ത്യ ടുഡേക്ക് വേണ്ടി അഭിമുഖം ചെയ്യാൻ വേണ്ടി അടുത്ത് പോയിരുന്നു. വളരെ പരിമിതമായ പരിചയമൊന്നുമില്ല. വിജയൻ ചോദിക്കുകയാണ്. വിജയൻ ആദ്യം തന്നെ പറയുകയാണ്, അങ്ങേരോട് ക്ഷമിക്കണം, ഞാൻ ഒരുപാട് അങ്ങയെ വിഷമിപ്പിച്ചിട്ടുണ്ട്. സാരമില്ല വിജയ, ഞങ്ങൾ വിജയനെയും ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടല്ലോ എന്നാണ് EMS പറയുന്നത്. ഈ പാരസ്പര്യം ഇത് ജനാധിപത്യത്തിൻ്റെ രീതിയാണ്, ജനാധിപത്യത്തിൻ്റെ മൂല്യബോധത്തിൽ നിന്നുണ്ടായതാണ്. ഇത് നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ തെറ്റായ കാര്യം ചെയ്താൽ ആരെയാണ് വിജയൻ വിമർശിക്കാതിരുന്നിട്ടുള്ളത്? വിജയൻ്റെ കാർട്ടൂണുകൾ ശ്രദ്ധിച്ചാൽ മതി. ലോകം ഇന്നും ആദരവോടെ കാണുന്നതാണ് വിജയൻ്റെ കാർട്ടൂണുകൾ. ദയവ് ചെയ്ത് വിജയനൊക്കെയുള്ള സ്മൃതികളിൽ വിജയൻ്റെ കാർട്ടൂണുകളെ പരാമർശിക്കാതെ പോകരുത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ കാർട്ടൂണിസ്റ്റ്, എഡിറ്റോറിയൽ കാർട്ടൂണിസ്റ്റ് ആരാണെന്ന് വെച്ചാൽ OV വിജയനാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിലും ലോകം മനസ്സിലാക്കിയിട്ടുണ്ട്. വിജയൻ്റെ പുസ്തകങ്ങളിൽ ഏറ്റവും കൂടുതൽ വിജയൻ്റെ കാർട്ടൂൺ പുസ്തകത്തിന് ആശിഷ് നാന്ദിയുടെ ഒരു പഠനമുണ്ട്. നമ്മൾ അന്തം വിട്ടുപോകും. അപ്പോഴാണ് നമ്മൾ വീണ്ടും വീണ്ടും വിജയനെ ഖസാക്കിലേക്ക് ചുരുക്കിക്കൊണ്ടിരുന്നത്. വിജയൻ രാഷ്ട്രീയ ജീവിയാണ്. രാഷ്ട്രീയ ജീവിയാകുന്നതിലൂടെ മാത്രമേ മനുഷ്യവംശത്തിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. കാരണം മനുഷ്യവംശത്തിൻ്റെ നിയന്താതാവായി നിലനിർത്തുന്നത്, അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ചത് രാഷ്ട്രീയ ബോധ്യങ്ങളിലാണ്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലാണ് എന്ന് തിരിച്ചറിവുണ്ട്. രാഷ്ട്രീയത്തെ രണ്ടായി കാണാം. സർഗാത്മകതയിൽ രാഷ്ട്രീയം വരാതെയും നിലപാടുകൾ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടും എഴുത്തുകാരുണ്ടാവും. സർഗാത്മകതയിലൂടെ കൂടെ രാഷ്ട്രീയം പറയുന്നവരും ഉണ്ടാവും, ദൈക്ഷണികമായ രാഷ്ട്രീയം പറയുന്നവരും ഉണ്ടാവും. പക്ഷെ രാഷ്ട്രീയത്തെ ഒഴിച്ചു നിർത്തുക എന്ന്, നിലപാടുകളില്ലാതെ ഞാനിതാ സർഗാത്മക സാഹിത്യം എഴുതി വിസ്തൃതനാവുന്നു എന്ന നിലപാട്, അതൊരു എഴുത്തുകാരനെ ചേർന്നതല്ല. അവിടെ സർഗാത്മകത ഇല്ലെന്നേ, അതെന്തോ വേറെന്തോ വിഭ്രാന്തിയുടെ പേരാ. നിങ്ങളുടെ സമൂഹത്തോട് നിങ്ങൾക്കൊന്നും പറയാനില്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളെ സൃഷ്ടിച്ചതാണ് ഈ സമൂഹം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്ന് നമ്മൾ നിലവിലിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളും, അത് ശാസ്ത്രീയമായാലും സാങ്കേതികമായാലും രാഷ്ട്രീയമായാലും, ഈ സംവിധാനങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത്, അത് രാഷ്ട്രീയത്തിൽ വിശ്വാസമുള്ളവരായാലും അരാഷ്ട്രീയവാദിയായാലും അനുഭവിക്കുന്നത്, അവൻ്റെ ജീവിതത്തിൻ്റെ താളവും ദൈനംദിന സംവിധാനങ്ങളും നിലനിർത്തുന്നത് ഈ രാഷ്ട്രീയത്തിൻ്റെ മൂല്യബോധത്തിൽ നിന്നാണ്. അതിലെ പിഴവുകളെ കണ്ടെത്താം, അതിനെ വിമർശിക്കാം, പക്ഷെ അതിനെ നിഷ്കാസനം ചെയ്യുക, അതിനെ അവഗണിച്ചുകൊണ്ട്, അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുന്നേറുക എന്ന് പറയുന്നതല്ല. അങ്ങനെ മുന്നേറിയാൽ ജയിക്കുന്നതിൻ്റെ പേരാണ് ഫാഷിസം. ഒരുപക്ഷെ ആധുനിക ഇന്ത്യയിൽ വിജയൻ്റെ കാലത്തിന് ശേഷം ഈ ദുരന്തം സംഭവിച്ചു പോയിട്ടുണ്ട്. എഴുത്തുകാരൻ അവൻ്റെ സർഗാത്മക മാടങ്ങളിലേക്ക് ഒതുങ്ങുകയും ചുരുക്കം ചില ആരാധകർ പറയുന്ന നല്ല വാക്കുകളിലേക്ക് ചുരുങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. ആ ചുരുങ്ങലുകൾ ജനാധിപത്യത്തെ കൂടി സൃഷ്ടിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓർമ്മിക്കണമെന്നുള്ളതാണ്. നമുക്ക് ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോയത്. 1957 58 ബോംബെയിൽ വ്ളാദിമിർ നബോക്കോവിൻ്റെ പ്രസിദ്ധമായ ലോലിത എന്ന് പറയുന്ന പുസ്തകം, അച്ചടിച്ച പുസ്തകം കപ്പൽ മാർഗം ബോംബെയിലേക്ക് എത്തുകയാണ്, ഇന്ത്യയിൽ വിതരണത്തിനായിട്ട്. അപ്പോൾ ബോംബെയിലെ കലക്ടർ എവിടെയോ വായിച്ചു ഇതിനകത്ത് അശ്ലീലമുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം അത് അന്നത്തെ ഉത്തരവാദപ്പെട്ട ആളുകളോട് പറഞ്ഞു, ഇതിൽ അശ്ലീലമുണ്ട്, ഇന്ത്യയിൽ വിൽക്കാൻ പാടില്ല, അത് പ്രയാസമാവും, അത് മോശമാണെന്ന് പറഞ്ഞു. നിർഭാഗ്യവശാൽ അന്നത്തെ അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്മീഷണർക്ക് ഇതിനെക്കുറിച്ച് സ്വല്പധാരണയുള്ളത്. അയാൾ പറഞ്ഞു, എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല, ഞാൻ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താം. അന്നത്തെ ഏതോ ഒരു പത്രപ്രവർത്തനവും എല്ലാം കൂടി ചേർന്ന് ഇത് അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന മൊറാർജി ദേശായിക്ക് ഒരു കത്ത് എഴുതുകയാണ്. ലോലിത എന്ന് പറയുന്നൊരു കൃതിയുണ്ട്, റഷ്യൻ ബോൺ എഴുത്തുകാരൻ്റെതാണ്, അമേരിക്കയിൽ നിന്ന് കൃതികൾ വരുന്നു, ഇതിൽ അശ്ലീലമുണ്ട്, സദാചാര വിരുദ്ധതയുണ്ട്, 40 വയസ്സുകാരനായ ഒരാളും 12 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയും തമ്മിലുള്ള ലൈംഗിക ബന്ധം വിവരിക്കുന്നുണ്ട് എന്ന് പത്രമാധ്യമങ്ങളിൽ കാണുന്നു. അതുകൊണ്ട് ഇതിന് നിരോധിക്കാൻ ഉത്തരവുണ്ടാകണം.
മൊറാർജി ദേശായി വലിയ സദാചാരവാദിയും ഗാന്ധിയനൊക്കെ ആയിരുന്നു. ഉടനെ പറഞ്ഞു ഇത് അശ്ലീലം, അല്ലെങ്കിൽ പിന്നെന്താണ് അശ്ലീലം, അതുകൊണ്ട് നിരോധിക്കാം എന്ന് തീരുമാനിക്കുന്നു. പക്ഷേ അദ്ദേഹം തീരുമാനമെടുത്തില്ല. അദ്ദേഹം വീണ്ടും അത് മറ്റു ഉദ്യോഗസ്ഥന്മാർക്ക് വിടുകയും പ്രസാധകരെന്ന് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അത് വീണ്ടും അത് പ്രധാനമന്ത്രിയുടെ തലത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ജവഹർലാൽ നെഹ്റുവുമായി ഒരു കൂടിക്കാഴ്ച ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. നെഹ്റു കുറച്ച് ദിവസത്തിന് ശേഷം ഇവരുമായി കൂടിക്കാഴ്ച ചെയ്യും. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിനെക്കുറിച്ച് വിദേശ മാധ്യമങ്ങളിൽ ചില റിവ്യൂകളൊക്കെ കണ്ടിട്ടുണ്ട്, പുസ്തകം ഞാൻ കണ്ടിട്ടില്ല. ഏതായാലും എനിക്ക് കുറച്ച് ദിവസം തരൂ, ഞാൻ ആ പുസ്തകം ഒന്ന് വായിക്കട്ടെ എന്ന്. ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഒരു പുസ്തകം നിരോധിക്കണോ എന്ന ചോദ്യം വന്നപ്പോൾ ഞാനത് വായിക്കട്ടെ എന്ന് പറഞ്ഞു. നമ്മളിന്ന് കാണുന്നുണ്ട്, ഇന്നും ഇന്നലെയൊക്കെ എന്താണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്നത്. 75 കൊല്ലം ആവിഷ്കാര സ്വാതന്ത്ര്യം അനുവദിച്ച ഭരണഘടനയുമായി നടന്നിട്ട് നമ്മൾ എത്രത്തോളം പുറകോട്ട് നടന്നു എന്ന് ഇന്നലെ ഞാൻ പത്രം വായിച്ചാൽ മതി. മൂന്നാല് ദിവസം കൂടി കഴിഞ്ഞാൽ ഇന്ന് വരെ നാട്ടുകാർ കണ്ട ഒരു സിനിമ മുഴുവനായിട്ട് എനിക്ക് കാണാൻ കഴിയില്ല. കാരണം അടുത്ത ദിവസം സിനിമ കണ്ടിട്ടില്ലെങ്കിൽ സിനിമ വേറെ ആൾ വേറെ വഴിക്ക് കൊണ്ടുപോകുന്ന ഒരു രാജ്യത്തിൽ ഇതേ ഭരണഘടന, ഇതേ ആവിഷ്കാരം, ഇതേ സുപ്രീം കോടതി നിലനിൽക്കുന്നൊരു സമൂഹത്തിലാണ്. അപ്പം നെഹ്റു ഇങ്ങനെ പറയുകയും നെഹ്റു 15 ദിവസത്തിനുള്ളിൽ ഈ നോവൽ വായിക്കുകയും അതിനെക്കുറിച്ച് മനോഹരമായ ഒരു പക്ഷേ വിദേശ മാധ്യമങ്ങളിൽ അടിക്കാവുന്ന രീതിയിലുള്ള ഒരു ബ്ലർബ് അടിക്കാവുന്ന രീതിയിലുള്ള നോട്ടോടുകൂടി ഇത് വായിച്ചു. ഇത് ഉന്നതമായ സാഹിത്യമാണ്, ഇത് അശ്ലീലമല്ല, ഇതിൽ സദാചാര ലംഘനമില്ല, അതുകൊണ്ട് ഇത് നിരോധിക്കേണ്ടതില്ല എന്ന് എഴുതുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു പ്രധാനമന്ത്രി വാണ രാജ്യത്തിൻ്റെ പേരാണ് ഇന്ത്യ എന്നത്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ നെഹ്റുവിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോയി നിലനിർത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും മാത്രമുള്ളതല്ല. അവിടെയാണ് എഴുത്തുകാരൻ എന്ത് ചെയ്യണമെന്ന വലിയ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടത്. എഴുത്തുകാരനും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള ബന്ധം പാരസ്പര്യം, അത് വിമർശനാത്മകമായിരിക്കണം, ക്രിയാത്മകമായിരിക്കണം. അതികഠിനമായ രീതിയിൽ അവരിൽ നിന്ന് ഒരു വിധേയത്വത്തിൻ്റേതല്ലാത്ത ഒരു ഭാഷ കണ്ടെത്തേണ്ടതുണ്ട്. നിർഭാഗ്യവശാൽ വിധേയത്വം, ആരാധന, നേരത്തെ അന്ധമായ ആരാധന എന്ന് ശ്രീകുമാർ സാർ പറയുന്നു. അന്ധമായ ആരാധന എന്നല്ല, ആരാധന തന്നെ തെറ്റാണെന്ന് ജനാധിപത്യത്തിൽ. ആരാധനക്കൊന്ന് വിജയനെ പോലും ആരാധിക്കുന്നത് കണ്ടിരിക്കുമ്പോൾ വിഷമമുണ്ട്. അത് ഭക്തിയിലേക്കാണ് പോവുക. ഭക്തി ജനാധിപത്യ വിരുദ്ധമാണ്, ഭക്തി വൈയക്തികമാണ്. അത് വ്യക്തിയുടെ തലത്തിൽ മനസ്സിൽ മാത്രം നിലനിൽക്കണം. അതിൻ്റെ ഒരു സാമൂഹ്യ പ്രസക്തിയില്ല. ഭക്തിയുടെ സാമൂഹ്യ പ്രസക്തിയുടെ പേരാണ് വർഗീയത. ആ ഭക്തിയാണ് ഇന്ത്യൻ തെരുവുകളിൽ രക്തം ഒഴിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കൊറിയയിൽ നിന്ന് നോബൽ സമ്മാനം കിട്ടിയ ഹാൻ കാങ് എന്ന നോവലിസ്റ്റിൻ്റെ ഹ്യൂമൻ ആക്ട്സ് എന്ന് പറയുന്നൊരു നോവൽ വായിച്ചു. ആരും അറിയപ്പെടാതെ പോയ 1980കളിൽ ആ ചെറിയ നഗരത്തിൽ നടന്ന ഒരു കലാപത്തിൻ്റെ കഥയാണ്. ചരിത്ര പുസ്തകങ്ങളിൽ ഒരു 1-2 വാചകമായ കലാപം അടയാളപ്പെടുത്തുപോയി, ഗഞ്ചു കലാപം. പക്ഷെ ഹ്യൂമൻ ആക്ട്സ് വായിക്കുമ്പോൾ അതിന് സമാനതകളില്ലാത്ത മനുഷ്യവംശത്തിലെ ഏറ്റവും ആഴത്തിലേറിയ മുറിവുകൾ എവിടെയാണ്, എങ്ങനെയാണ് രാഷ്ട്രീയവും അധികാര കേന്ദ്രങ്ങളോട് സൃഷ്ടിക്കുന്നത് എന്ന് സമൂഹത്തോട് പറയാൻ ഹാൻ കാങ്ങിന് കഴിയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വർഗീയ കലാപം നമ്മുടേതായ രീതിയിൽ തലമുറകളിലേക്ക് പകരുന്നതിൽ വർഗീയത വിപത്താണെന്ന്, നിങ്ങളുടെ മുന്നിലുള്ള കുഞ്ഞുങ്ങൾക്ക് ദോഷമുണ്ടാക്കുന്നതാണെന്ന്, അല്ലെങ്കിൽ ഭാവിക്ക് വിനാശകരമാവുന്നതാണെന്ന് ഓർമ്മിപ്പിക്കാനുള്ള കരുത്ത് ഇന്ത്യൻ സാഹിത്യത്തിനുണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ ഇത്ര എളുപ്പം കാവിക്കൊടിയുടെ കീഴിലാവുമായിരുന്നില്ല. സ്റ്റാലിൻ എന്ന് പറയുന്ന പുസ്തകം എഴുതി. അതിനുശേഷം അദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ പേര് ദ ന്യൂ ക്ലാസ് എന്നായിരുന്നു. കമ്മ്യൂണിസത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന പുതിയ വർഗത്തെക്കുറിച്ചാണ് നിരോവൻ ജിലാസ് പറഞ്ഞത്. ആ വർഗത്തിൻ്റെ പ്രതിസന്ധി അന്ന് ലോക കമ്മ്യൂണിസം ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ഇന്ന് കമ്മ്യൂണിസത്തിന് നേരിടുന്ന ഈ അപജയം ഉണ്ടാവുമായിരുന്നില്ല. കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു പുതിയ വർഗമായി മാറുകയാണെന്നും ആ വർഗം സമൂഹത്തിൽ മറ്റുള്ളവരെ അപരവൽക്കരിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ അവരിൽ വേറെ രീതിയിലുള്ള അധികാര കേന്ദ്രമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെന്ന് ജിലാസ് 75 വർഷം മുമ്പ് എഴുതി വെച്ചു. അതിനും എത്രയോ ശേഷം കഴിഞ്ഞാണ് ലോകത്തിലെ പല രാജ്യങ്ങളിൽ കമ്മ്യൂണിസം അതിൻ്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോയി ഈ ദുരവസ്ഥയിലെത്തിയത്. ഞാൻ പറഞ്ഞു വന്നത്, എഴുത്തുകാരൻ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തെയും ദൈനംദിന ജീവിതത്തെയുമൊക്കെ പല രീതിയിൽ നമ്മളെ സഹായിക്കുകയും നമ്മളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യേണ്ടതാണ്. എഴുത്തുകാരൻ്റെ ഇടം നമ്മൾ കണ്ടെത്തണം. ഭരണകൂടത്തെ ഭയക്കുകയല്ല വേണ്ടേ,
ഭരണകൂടം നമ്മുടേതാണെന്ന് തിരിച്ചറിയുകയും അവരെ തിരുത്തുകയുമാണ് വേണ്ടത്. അവരെ തിരുത്താനുള്ള ശക്തി എഴുത്തുകാർ സ്വയം നേടിയെടുക്കേണ്ടതുണ്ട്. ആ എഴുത്തുകാർക്ക് ആ സ്വയം നേടിയെടുക്കണമെങ്കിൽ ഭക്തിയില്ലാതെ എഴുത്തുകാരെ സൂക്ഷ്മമായി വായിക്കണം. ആ വായന നടക്കുമ്പോഴാണ് വിജയനാവുന്നത്, സാറ ടീച്ചറാവുന്നത്, അവരുടെ ശബ്ദം ഭരണാധികാരികൾ കേൾക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.